everyone, welcome back to my YouTube channel Life and Living. അപ്പം ഞാൻ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹൂ നോസ് മീ ബെറ്റർ. അപ്പം ഇത് എൻ്റെ ഫ്രണ്ട് അനുഷ, ഇത് എൻ്റെ സ്വന്തം അമ്മയാണ്. അപ്പൊ ഇവർ രണ്ടുപേരും വെച്ചാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവള് ഞങ്ങൾ +2 തൊട്ട് അറിയാവുന്ന, അപ്പൊ +1 +2 തൊട്ട് അറിയാവുന്നതാണ്. പിന്നെ ഇപ്പൊ ഒരു വർഷം, ഒരു 3 വർഷമൊക്കെ ആയിട്ട് അറിയാം. അപ്പൊ എന്നെ എത്രത്തോളം ഇത് അമ്മയ്ക്ക് കുഞ്ഞിലോട്ട് അറിയാലോ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ജയിക്കുന്നവർക്ക് ഒന്നാമത്തെ ഇതെന്ന് പറഞ്ഞാൽ ഇവര് തോറ്റ് സമ്മതിക്കില്ല. എന്റെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ജയിക്കുന്നവർക്ക് ഇതാണ് നമ്മുടെ ഡെയറി മിൽക്കാണ് സമ്മാനം. അപ്പൊ രണ്ടുപേർക്കും ചോക്ലേറ്റ് ഇഷ്ടമല്ല. അപ്പൊ ഇതാണ് കൊടുക്കണം. അതെ കണ്ടറിയാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് കുറച്ച് സിമ്പിൾ ഉള്ള കൊടുക്കാം. സോ ആദ്യത്തേത്, ഞാനൊരു കോഫി പേഴ്സൺ ആണോ അതോ ടീ പേഴ്സൺ ആണോ? കോഫി ഓർ ടീ, ഏതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം? രണ്ടിൽ ഏതെങ്കിലും ഒന്നല്ലേ വരുള്ളൂ. കഴിഞ്ഞ രണ്ടുപേരും ഓക്കെ. ഞാൻ ഉത്തരം പറയാം. ഞാൻ ടീ പേഴ്സൺ ആണ്. തിരിച്ചു കാണിക്കും. അമ്മ ഇത് ശരിയല്ല. ആദ്യത്തേന്ന് ഞാൻ അമ്മയ്ക്ക് എപ്പോഴും ഞാൻ ടീ എന്നാ പറയുന്നത്. പക്ഷെ എനിക്ക് ചായം രണ്ടും എനിക്ക് അത്ര ഇഷ്ടമല്ല. എന്നാലും കോഫിയാണോ ടീ ആണെന്ന് വെച്ചാൽ കൂടുതൽ എല്ലായിടത്തും ചെയ്യാൻ മേടിക്കുന്നത്. കോഫി അത്രയ്ക്കും ഇതല്ല. ഞാൻ എനിക്ക് കോൾഡ് കോഫി അങ്ങനെയൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എന്നാലും അമ്മ അത് വെച്ചായിരിക്കും ആയും തന്നെ പൊളിഞ്ഞ്. അപ്പൊ അനുഷയ്ക്ക് ഒരു പോയിന്റ്, അമ്മയ്ക്ക് 0. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് നാളായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇവക്കറിയാൻ സാധ്യതയുണ്ട്, അമ്മയ്ക്ക് എനിക്ക് അറിയത്തില്ല. എനിക്ക് വിസിറ്റ് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്ലേസ്, ഒരു കൺട്രിയാണ് ഉദ്ദേശിക്കുന്നത്. അത് പറഞ്ഞാൽ ഞാൻ പഠിക്കാൻ പോണോ അങ്ങനെയൊന്നും അല്ല, അല്ലാതെ എനിക്ക് വിസിറ്റ് ചെയ്യണമെന്ന് താല്പര്യമുള്ള ഒരു സ്ഥലം ഏതായിരിക്കും? ഓപ്ഷൻസ് ഒന്നുമില്ല. ഒരു ക്ലൂ പറഞ്ഞു കഴിഞ്ഞാ ഓപ്ഷൻസ് ഒന്നുമില്ല. ഞാൻ എപ്പോഴും പറയുന്ന സ്ഥലങ്ങൾ തന്നെ പറയാൻ പാടില്ല. എനിക്ക് കിട്ടിയിട്ടുണ്ട്, അപ്പത്തേക്ക് അത് അങ്ങനെ പറയാൻ പാടില്ല. ഒരു 4 രാജ്യം പറ. ഇല്ലില്ല, അങ്ങനൊന്നല്ല. നീ സത്യത്തിൽ എന്നോട് 2 എണ്ണം പറഞ്ഞിട്ടുണ്ട്. 2 എണ്ണം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ ഏതാ എനിക്കൊന്നും അറിയത്തില്ല. 2 എണ്ണം ഞാൻ എഴുതിയോ? അമ്മ എഴുതിയോ? എനിക്ക് കൊറിയ, ജപ്പാൻ. കൊറിയ. ചൈന. ചൈനീസ് ഇഷ്ടം. എനിക്ക് ചൈനയിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് ചൈനയിൽ പോകണേ. അപ്പൊ വീണ്ടും ഒരു പോയിന്റ്. ഇവിടെ 0. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് വീട്ടു ജോലിയിൽ ഒട്ടും ചെയ്യാൻ ഇഷ്ടമില്ലാത്തൊരു ജോലി. ഒന്നും ചെയ്യാറില്ല എന്നാലും, പക്ഷെ സ്റ്റിൽ എനിക്ക് ഒട്ടും ചെയ്യാൻ താല്പര്യമില്ലാത്ത ജോലി. എഴുതിയോ? പാത്രം കഴുകാൻ. അതെ, പ്ലേറ്റ് വാഷ്. 2 പേർക്കും ഒരു പോയിന്റ്. ഓക്കെ, നല്ല ഇതാണ്. എന്താണ്? ഓക്കെ, അപ്പൊ 2 പേർക്കും ഒരു പോയിന്റ്. പോയിന്റ് ഒക്കെ എഴുതി വെച്ചോ. അവസാനം എന്നോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു വേർഡ്, എപ്പോഴും ഞാൻ എന്തെങ്കിലും സംസാരിക്കുമ്പം അതിൽ ഇടയ്ക്ക് കയറ്റുന്ന ഒരു വേർഡ്, അത് നിങ്ങൾ പറയുന്നത് ശരിയാണ്, ഞാൻ മാർക്ക് തരും. ഇപ്പൊ ഞാൻ കുറെ വേർഡ് ഉപയോഗിക്കുമായിരിക്കുമല്ലോ. ഏത് സമയം സംസാരിക്കുമ്പോ വരുന്നതാണ്? എഴുതിക്കോ, ഇതിനോട് ചോദിക്കൊന്നും വേണ്ട. ഫ്രീക്വന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് വേർഡ്സും ഉണ്ട് ഇടയ്ക്ക് ഇങ്ങനെ. ഏതെങ്കിലും ഒന്നാ ഞാൻ മാർക്ക് തരും. ഞാൻ പറയുന്ന വേർഡാണെങ്കിൽ ഞാൻ തരും. ഒരു തമിഴുമായിട്ട് ഒരു ഇച്ചിരി മിക്സ് ആയിട്ടുള്ള ഒരു സാധനം ഞാൻ പറയും. ഞാൻ എഴുതിയിട്ടില്ല. ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയില്ല. എന്നാ ഞാൻ ഉത്തരം പറയാം. ഒരു വേർഡ് ഗസ് ചെയ്ത് പറ. പക്ഷേ പറയും. പക്ഷെ അങ്ങനെ ഞാൻ എല്ലായിടത്തും പറയാം. അതൊരു വലിയ വേർഡ്. എനിക്കറിയില്ല. ഞാൻ വന്നിട്ടെന്ന് എപ്പോഴും പറഞ്ഞ കേട്ടില്ലേ? വന്നിട്ട്, അങ്ങനെ വന്നിട്ട്, അത് വന്നിട്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ? അല്ല, അത് വന്നിട്ട് എന്നൊക്കെ തമിഴില് പറയുന്ന മാതിരിയുള്ള രീതിയില് അതുപോലെ വന്നിട്ട്, അത് റിലേറ്റഡ് അല്ലേ? അടുത്തത്, ഞാൻ മോർണിംഗ് ആണോ നൈറ്റ് പേഴ്സൺ ആണോ? ഇത് എളുപ്പാ. ഇത് മേടിച്ചില്ല 2 പേർക്കിട്ട് ഞാൻ തരും. മോർണിംഗ് പേഴ്സൺ ആണോ നൈറ്റ് പേഴ്സൺ ആണോ?
എഴുതി. എഴുതിയോ? ഞാൻ നൈറ്റ് പേഴ്സൺ ആണ്. ഓക്കെ. ശരിയാ. യെസ് കറക്റ്റ്. ഓക്കെ, ഇത് അമ്മ പറയുമായിരിക്കുമെന്ന് തോന്നുന്നു. എനിക്ക് അറിയത്തില്ല എങ്ങനെയാണെന്ന്. ഞാൻ ഏത് സമയവും തപ്പി നടക്കുന്ന ഒരു സാധനം, അതായത് എന്താണ് എന്റെ എപ്പോഴും കാണാതെ പോകുന്നത്, ഞാൻ തപ്പി നടക്കുന്നത് എന്താണ്? ഞാൻ 2 എണ്ണം എഴുതിയിട്ടുണ്ട്. 2 എണ്ണം എഴുതാവാ? 2 എണ്ണം ഉണ്ടെന്ന് തോന്നണം എനിക്ക്. 2 എണ്ണം ഉണ്ട്. എനിക്കൊരെണ്ണം അറിയാവുള്ളല്ലോ. ഞാൻ എഴുതുക. നിങ്ങൾ ശരിയാണോ എന്ന് പറഞ്ഞാൽ മതി. അതിലേതെങ്കിലും വന്നാലും മാർക്ക് തരിക. ഇതെന്താ റൂൾസ് ഒക്കെ? എന്ന് വെച്ചാ ഒരുപാട് എഴുതിയില്ലല്ലോ, 2 എണ്ണം നിന്റെ പോവാറുണ്ട്. നമുക്ക് ആലോചിക്കാം. എഴുതിയോ രണ്ടുപേരും? കണ്ണാടി. എന്താ എഴുതിയ? കണ്ണാടി. ശരിയാ. നെക്ക് ചെയിൻ, ഇയർ റിങ്സ്. നെക്ക് ചെയിൻ, മാല വേണേ പറയാം, പക്ഷെ കൂടുതൽ എന്റെ മനസ്സിലുള്ള ഉത്തരം കണ്ണാടിയായിരുന്നു. കണ്ണാടിയാണ് കറക്റ്റ്. ഇല്ല, ആരും എന്താ പറ്റില്ല. മാല തപ്പി നടാം, പക്ഷെ ഞാൻ മാല ആവശ്യമുള്ളപ്പോഴല്ലേ തപ്പുള്ളൂ. ഇത് ഏത് സമയം തപ്പും. കണ്ണാടി കൊണ്ട് എവിടെയെങ്കിലും വെക്കും, വന്നിട്ട് കണ്ണാടി ഇല്ലാത്തോണ്ട് കണ്ണ് കാണാനും മേല. കണ്ണ് കാണാൻ പറ്റില്ലല്ലോ കണ്ണാടി തപ്പാൻ വേണ്ടി. കണ്ണാടിയാണ്. ഓക്കെ, അപ്പം അമ്മയ്ക്ക് പോയിന്റ്. ഞാൻ കേറി വരാൻ പോവാ. എന്റെ ഫേവറേറ്റ് ഡ്രസ്, എനിക്ക് എങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സാണ് ഏറ്റവും ഫേവറേറ്റ്? നിനക്ക് ഫ്രീ ആയിട്ട് ഇടാൻ പറ്റുന്നതൊക്കെ. അതൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം ഏത് ടൈപ്പ് ഓഫ് ഡ്രസ്സാണ് എന്നുള്ളത്. നിനക്ക് ഇഷ്ടമാണ്, പക്ഷേ ഇത് കൂടുതൽ വാചകങ്ങളൊന്നും ഇവിടെ ആവശ്യമില്ല. ഉത്തരം എഴുതുക. എഴുതിയോ? എനിക്ക് അറിയാം ഉത്തരം, പക്ഷെ അതിന് എഴുതിയേക്കണ വേറെയാ. എഴുതിയോ? എനിക്ക് സാരിയാ കൂടുതൽ ഇഷ്ടം. അമ്മ താങ്ക് യു എന്നൊക്കെ. ചുരിദാർ, അത് ഞാൻ വിയർ ചെയ്യാൻ കംഫർട്ടബിൾ. എനിക്ക് ഇഷ്ടം സാരിയാ. നാളെ തൊട്ട് ഇവിടെ സാരി നടന്നില്ലേ അറിയാൻ പാടില്ല. അടുത്തത്, ഇത് എളുപ്പാണ്. എനിക്ക് ചിക്കൻ ആണോ ബീഫാണോ കൂടുതൽ ഇഷ്ടം? എഴുതിയോ? ഓ, ബീഫ്. യെസ്. എനിക്ക് ഇൻസ്റ്റഗ്രാം ആണോ യൂട്യൂബ് ആണോ കൂടുതൽ ഇഷ്ടം? ഞാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ ഏതാ എനിക്ക് ഇഷ്ടം? ഇൻസ്റ്റഗ്രാം ആണോ യൂട്യൂബ് ആണോ? ഇൻസ്റ്റഗ്രാം. യെസ്. ഓ, പ്രതീക്ഷിച്ചില്ല. ഓക്കെ, അടുത്തത്, എനിക്ക് എത്ര കുട്ടികൾ വേണം എന്നാണ് ഞാൻ പറയുന്നത്. ഇടയ്ക്കൊക്കെ പറയാറുണ്ട് നമ്മള് ഡിസ്കസ് ചെയ്യുമ്പോ. ഒരു താല്പര്യം അല്ല എനിക്ക്. എത്രയാ? 2. അതെ, എന്റെ ഫേവറേറ്റ് ഫുഡ്. പക്ഷെ ഇപ്പോഴേ ഞാൻ പറയാം, ഇന്ന് നമ്മൾ കഴിച്ചതോ അത് പറയാൻ പറ്റില്ല. അതല്ലാതെ എന്റെ ഒരു ഫേവറേറ്റ് ഫുഡ്, അതിൽ എപ്പോ തന്നാലും ഞാൻ കഴിക്കും എന്നുള്ളൊരു ഫുഡ്. സ്നാക്സ് അല്ല, ഡെയിലി ഒരു മെയിൻ ഫുഡായിട്ട് അത് ഉപയോഗിക്കാം. പൊറോട്ടയും ബീഫും പോലെയൊക്കെ. അത് മാതിരി ടൈപ്പ്. എപ്പോ തന്നാലും കഴിക്കാം. എപ്പോ തന്നാലും നിങ്ങൾ ഞാൻ കണ്ണും പൂട്ടി കഴിച്ചോളൂ. അതിനൊരു മടുപ്പുണ്ടാവില്ല എനിക്ക്. ഇന്നത്തെ അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ നമ്മള് കഴിച്ച പിടിയും കോരിയല്ലേ, അത് എഴുതണ്ട. അതല്ല. ഞാൻ 2 എണ്ണം എഴുതാവോ? ഇല്ല, ഒരെണ്ണേ പറ്റുള്ളൂ. എനിക്കറിയാമേ. എനിക്കറിയാം നിന്റെ സ്വഭാവത്തിന് നീ മാറ്റുമോന്നൊരു പേടി. അനുഷ 2 എണ്ണം എഴുതുന്നുണ്ടോ? ഇല്ല, ഒരെണ്ണം. പറയട്ടെ, ഞാൻ 2 എണ്ണത്തിൽ ഒന്ന് വെട്ടണ്ട. വെട്ടണം. പത്തിരി. അയ്യോ, അത് പറഞ്ഞത് ഞാൻ മറന്നു. ടൊമാറ്റോ റൈസ് അതല്ല, ടൊമാറ്റോ റൈസ് ഈയിടെയാ തിന്നാൻ തുടങ്ങിയത്. അതെന്തായാലും പത്തിരി ഇഷ്ടമാണ്, ഭയങ്കര. എനിക്കറിയാം, എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഇവിടെ കാണിച്ച് കൊതിപ്പിച്ചതേ ഉള്ളത്. ഒന്നും ഇല്ലാത്തപ്പോ ഒരു ഓപ്ഷൻ നൂഡിൽസാ. അത് ശരിയാ. അത് ഓക്കെ, ആവശ്യത്തിന് അത് ശരിയാ. മുമ്പ് പറഞ്ഞപ്പോഴും ഞാനത് പക്ഷെ എപ്പ നിങ്ങൾ ഏത് കറി, ഒരു കറി ഇല്ലെങ്കിൽ പോലും ഞാൻ തിന്നുന്ന ഒരു സാധനമാണ് പത്തിരി. പത്തിരി അത്രക്ക് ഇഷ്ടം. ഓക്കെ, എന്റെ ഫേവറേറ്റ് ആക്ടർ മലയാളമാണ്. ഫേവറേറ്റ് ആണോ പെണ്ണോ അങ്ങനെ വല്ലതും ഉണ്ടോ? ആണ്. ഫേവറേറ്റ് ആക്ടർ മാത്രാണോ അതോ പുള്ളി സംവിധായകനാണോ? അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ പിന്നെ പണ്ട് മുതലേ
എനിക്ക് അതായത് ഇഷ്ടം പോലെ എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ എനിക്ക് ഒത്തിരി പേരുണ്ട്. പക്ഷെ ഒരു ജസ്റ്റ് പെട്ടെന്ന് പറയാൻ പറഞ്ഞാൽ ഞാൻ പറയുന്ന ഈ പേരായിരിക്കും. ഇത്രയൊക്കെ വലിയ ക്ലൂ. കൊറേ പേര് ഇഷ്ടം. എനിക്ക് എല്ലാരും ഒരുവിധം എല്ലാരും ഇഷ്ടം. എന്നാലും ഇത് തെറ്റും ഉറപ്പാ എനിക്ക്. ശിവ ശിവ കൊടുത്തില്ല. അമ്മ ഇത്ര ആലോചിക്കുന്നോണ്ട് എനിക്കൊരു ഇത് വന്നു. ആ പെട്ടെന്ന് 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 പണ്ടിതായിരുന്നു. ഇനി നമുക്ക് ഈ അടുത്ത കാലത്ത് മാറിയെന്ന് എല്ലാവരും മുൻകൂർ ജാമ്യ. പറയട്ടെ, മോഹൻലാല്. മോഹൻലാലാണോ? അമ്മ നമ്മൾ എപ്പോഴും പറയലേ ബോസ് കണ്ടു കഴിഞ്ഞാണ് എനിക്ക് മോഹൻലാലിനെ എനിക്ക് പണ്ടോട്ട് മോഹൻലാൽ ഇഷ്ടം. മമ്മൂട്ടിനെ എനിക്ക് ഇഷ്ടാ. പക്ഷെ മോഹൻലാൽ ഇവിടെ എല്ലാവർക്കും മമ്മൂട്ടിനെ ഇഷ്ടം എന്ന് പറയുമ്പോ ഇവിടെ എതിർത്ത് നിന്നോണ്ടിരുന്ന ഒരാള് ഞാൻ മാത്രമായിരുന്നു. ഇവിടെയുള്ള അച്ഛനും ചേട്ടനും അമ്മയ്ക്കും അച്ഛനും ഒക്കെ മമ്മൂട്ടിനെയായിരുന്നു കൂടുതൽ ഇഷ്ടം. മോഹൻലാൽ ഇഷ്ടമായിരുന്നു കൂടുതൽ ഇഷ്ടം. അതേപോലെ ബാക്കിയുള്ള കസിൻസിനും ഒക്കെ. അപ്പൊ ഞാനാണ് ഇവിടെ മോഹൻലാൽ ഫാനായിട്ട് നിന്നിരുന്നത്. അമ്മ ഇത് പറയുന്ന ഞാൻ ഓർത്തത്. അമ്മ തെറ്റിച്ച് സങ്കടമായി ഓക്കെ. ഇനി ഇതിന്റെ ആക്ട്രസും കൂടി എഴുതിക്കും. അത് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിക്കും. മലയാളം തന്നെയല്ലേ? ആ മലയാളം. ഞാൻ എന്റെ ഒരു ഇഷ്ടം വെച്ച് അവളും അതായിരിക്കും ഇഷ്ടം എന്നോർത്ത് എഴുതിയിരിക്കുക. നീ ചതിച്ചെന്ന്. ഓക്കെ, ഉത്തരം പറയട്ടെ. മഞ്ജു വാര്യർ. അതെ അതെ അതെ. ഞാൻ കുറച്ച് 90s ആണ്. അപ്പം എനിക്ക് ഇഷ്ടമുള്ളതാണ് ഇവര് രണ്ടുപേരും. അടുത്തത്, എനിക്ക് ഏത് ഭാഷയിലെ പാട്ട് കേൾക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഭാഷയാണ് ഉദ്ദേശിക്കുന്നത്. എഴുതിയോ? ഹിന്ദി. ഓ ഇവള് കട്ടക്ക് കേട്ടോ. ഓക്കെ, കട്ടക്കല്ല, ഇപ്പൊ ഞാനൊന്ന് തോറ്റെന്നാവോ. എനിക്ക് എങ്ങനെയുള്ള സ്ഥലത്തോട്ട് പോകാനാ കൂടുതൽ ഇഷ്ടം? അതായത് മൗണ്ടെയിൻ ആയിട്ട്, കാട്, ബീച്ച്, അങ്ങനെ എനിക്ക് ഏത് സ്ഥലമാണ് കൂടുതൽ ഇഷ്ടം? ആ കുന്നാണോ, ബീച്ചാണോ, അതോ ഫോറസ്റ്റ് ടൈപ്പ് ആണോ? ഏത് സ്ഥലത്താണ് എനിക്ക് കൂടുതൽ ഇഷ്ടം? എനിക്ക് ബീച്ചാ ഇഷ്ടം. ബീച്ച്. ഓ എഴുതി. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് കണ്ട വന്നിട്ടെന്ന് ഞാൻ ഉപയോഗിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവർക്ക് ഒന്നും അറിയത്തില്ല ഇത് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ, ഞാൻ വെളിയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളാണോ അതോ വീട്ടിൽ എപ്പോഴും ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണോ? അതായത് ഞാൻ ഹോം പേഴ്സൺ ആണോ അതോ ഞാൻ വെളിയിൽ കൂടുതൽ ഫ്രണ്ട്സ് ആയിട്ട് അല്ലെ വെളിയിലോട്ട് പോകാനാണോ കൂടുതൽ താല്പര്യം? എഴുതണ്ട കേട്ടോ. ഹോം പേഴ്സൺ ആണ്. ഞാൻ വിചാരിച്ചു എനിക്ക് വെളിയിൽ എന്റെ പുറകെ നടന്ന് എന്നോട് ഞങ്ങളെ എനിക്ക് വെളിയിൽ പോണ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങുന്ന ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടായിരുന്നു ഇഷ്ടമാണ്. ഫ്രണ്ട്സ് എനിക്ക് കൂടുതൽ വീട്ടിൽ വരുന്ന ഒന്നുകൂടി ഇഷ്ടം. കാരണം നീ തീർന്നു. അപ്പം പക്ഷെ ഇതിന് എനിക്ക് ഒരു പരാതിയില്ല. രണ്ടുപേരും ആയിട്ട് ഞാൻ ഓർത്ത് രണ്ടുപേരും സമ്മതിക്കുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന നിലയിൽ നല്ലോണം അറിയാം. കാരണം ജയിച്ച തോറ്റാരാന്ന് നോക്കിയില്ല. അമ്മ ഇപ്പഴേ ജാമ്യം എടുക്കുവാന്ന് എനിക്ക് തോന്നണത്. എന്ന് പറഞ്ഞാൽ ഞാൻ ഓർത്തത് പലത്. കാരണം ആദ്യത്തെ രീതി കണ്ടപ്പോൾ ഞാൻ അമ്മേനെ ഒന്ന് ഇതാക്കി. പക്ഷെ രണ്ടുപേരും അതിൽ നിന്നും. അപ്പം നിങ്ങൾ എണ്ണിക്കോ 16 നിങ്ങൾക്ക് എത്രണ്ണം? ശാന്തമാകൂ. അപ്പൊ ഗൈസ് നമുക്ക് ഓക്കെ ഗൈസ് അങ്ങനെ ഇവിടെ കളി അവസാനിച്ചിരിക്കുകയാണ്. 16 ചോദ്യം ഞാൻ ചോദിച്ചതിൽ എത്ര മാർക്കാണ്? 12 മാർക്കോടുകൂടി അമ്മ വിജയിച്ചിരിക്കുകയാണ്. ഞാൻ ഓർത്തത് അമ്മ പൊട്ടൂന്നാണ്. കാരണം അമ്മയ്ക്കും കൂടി പറയാൻ പറ്റുന്ന ഒരെണ്ണാണ് ഞാൻ അത് എഴുതാന്ന് വിചാരിച്ചു. പക്ഷെ എഴുതിയില്ല. ഈ പത്തിരി നിനക്ക് സുഖമായിട്ട് ഇരിക്കാറ്. കാരണം കഴിഞ്ഞ ദിവസം എന്നെ പത്തിരിയുടെ ഫോട്ടോ കാണിച്ച് കൊതിപ്പിച്ചതേ ഉള്ളൂ ഇവള്. അപ്പൊ ഞാൻ ഓർത്തത് ഇതാക്കുന്നായിരുന്നു. അപ്പൊ ഇവർ രണ്ടുപേരിലും എന്നെ അത്യാവശ്യം രണ്ടുപേർക്കും നല്ല 11 മാർക്ക്, 1 മാർക്ക് വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ ജയിച്ചതായിട്ട് ഞാൻ അംഗീകരിക്കുന്നു. ഞാനാണല്ലോ കൂടുതൽ അറിയണ്ട. അപ്പൊ ഇത് പക്ഷെ കിട്ടാനുള്ള അവകാശം അപ്പം അങ്ങനെ. പക്ഷേ ഇത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു യൂട്യൂബ് വീഡിയോക്ക് വേണ്ടിയാണല്ലോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത് ചെയ്യുന്നത്. എന്റെ വേറൊരു ഫ്രണ്ട്സിന്റെ കൂടെ ഒന്നും ചെയ്തിട്ടില്ല. അമ്മയായിട്ട് ഇങ്ങനെ ചെയ്തിട്ടില്ല.
ഇവർക്ക് എന്നെ ഇത്രത്തോളം ഒക്കെ അറിയാന്നുള്ളതിൽ അറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷം. ഇതിന് ഞാൻ പക്ഷെ രണ്ടുപേർക്കും പറയാൻ പറ്റുന്ന എന്നാ ഭയങ്കര എളുപ്പമല്ലാത്ത ചോദ്യങ്ങളാണ് കണ്ടെത്തിയത്. അപ്പൊ എന്താണേലും വിന്നർ അമ്മ ആയതുകൊണ്ട് അമ്മയ്ക്ക് ഇതേ ഡയറി മിൽക്ക് അമ്മയുടെ ഫേവറേറ്റ് സാധനമാണ് അപ്പൊ ഗൈസ് അങ്ങനെ എന്താണ് ഈ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാരും ചെയ്യുന്നതാണ്, നല്ലൊരു ഫണ്ടിന് വേണ്ടി ഞങ്ങൾ ഒരു ഗെയിം ചെയ്തതാണ് ഹൂ നോസ് മീ ബെറ്റർ എന്നുള്ളത്. അമ്മ വേഴ്സസ് അനൂഷ എന്റെ ഫ്രണ്ടാണ്. അപ്പൊ ഞങ്ങള് ചെയ്താണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ വേറെ ഇതേപോലത്തെ ഫണ്ണായിട്ടുള്ള വേറെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു, ബൈ ബൈ.